നമസ്കാരം. ഇടതുമുന്നണിയുടെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ CPM-കാർ പോലും ഇപ്പോൾ ഏകാഭിപ്രായക്കാരാണ്. ഇടതുമുന്നണിയുടെ കാര്യം പറയുകയേ വേണ്ട. 2021 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ രണ്ടാം പിണറായി സർക്കാർ അധികാര ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ പ്രതീകമായി മാറി പാർട്ടിക്കാരിൽ നിന്ന് പോലും അകന്നുപോയിരിക്കുന്നു എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ പോരാളി ഷാജിമാരും ഉച്ഛിഷ്ടം കഴിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് വിട്ട് പിണറായിയുടെ അടുക്കളയിലെത്തിയ സരിന്മാരുമൊക്കെ തെറിവിളിക്കുമ്പോഴും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും അത് തിരിച്ചറിഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ തോൽവിയുടെ മൂല കാരണം പിണറായി എന്ന ഒരു വ്യക്തി മാത്രമാണ്. പിണറായി സർക്കാർ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളൊക്കെ പിണറായിക്ക് എതിരായി മാറുന്നു. മറ്റ് മന്ത്രിമാരോടുള്ള എതിർപ്പൊക്കെ പിണറായിയുടെ എതിർപ്പിന് മുമ്പിൽ നിഷ്ഫലമായി പോകുന്നു. അത്ര ശക്തമായ വിജയൻ വിരുദ്ധ വികാരമാണ് കേരളത്തിൽ ആഞ്ഞു വീശിയത്. പക്ഷെ അത് മനസ്സിലാക്കാൻ വിജയനും വിജയന്റെ ക്രോണികൾക്കും കഴിഞ്ഞില്ല. താൻ രക്ഷകനും ക്യാപ്റ്റനുമാണ് എന്ന് തൻ്റെ ചെവിയിൽ ഓതിക്കൊണ്ടിരുന്ന ചെവിതീനികളെയും ശിക്ഷാ നടപടി ഭയന്ന് സത്യം പറയാതെ നുണ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പോലീസ് സംവിധാനവും വിജയനെ തെറ്റിദ്ധരിപ്പിച്ചു. 10 വർഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ ഒരു എതിർപ്പ് സ്വാഭാവികമാണെന്നും അതുകൊണ്ട് കുറച്ച് ഭൂരിപക്ഷം കുറയുമെന്നും പക്ഷെ ഒരിക്കലും തോൽക്കില്ല എന്നും അവർ ആത്മവിശ്വാസത്തോടെ വിജയനോട് പറഞ്ഞു. അങ്ങനെയാണ് വിജയൻ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് പിറ്റേ ദിവസം പന്തലിടാൻ ഉത്തരവിട്ടതും തെരഞ്ഞെടുപ്പ് ഫല ദിവസം രാവിലെ തൻ്റെ വീടിനടുത്ത് കൺവെൻഷൻ സെന്ററിൽ പത്രസമ്മേളനം അറേഞ്ച് ചെയ്തതും. വിജയനെ സംബന്ധിച്ചിടത്തോളം തോൽവി അവിശ്വസനീയമായിരുന്നു. അതുകൊണ്ട് 24 മണിക്കൂർ വീടിന് വെളിയിൽ ഇറങ്ങിയില്ല. ഒടുവിൽ രാജി സമർപ്പിച്ച് മുന്നണി യോഗം ചേർന്ന് അടുത്ത നടപടിക്ക് വേണ്ടി തിരുവനന്തപുരത്തെത്തിയിട്ടും മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. പിണറായി വിജയൻ ചുമതലയേറ്റതിനു ശേഷം ആദ്യമായാണ് പിണറായിയെ ഭയക്കാത്തൊരു പാർട്ടി സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചേർന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ പാർട്ടി നേതാക്കൾ ആദ്യമായി മനസ്സ് തുറന്നു. പിണറായി ആർക്കും ഒരു ഉത്തരവും പറഞ്ഞില്ല. സാധാരണഗതിക്ക് ആരെയും സംസാരിക്കാൻ അനുവദിക്കാത്ത പിണറായി ഇക്കുറി അവരൊക്കെ സംസാരിക്കട്ടെന്ന് വെച്ചു. പക്ഷേ ഈ തോൽവിയുടെ ഭാരമേറ്റവരായിരുന്നു ഒട്ടുമിക്കവരും എന്നതുകൊണ്ട് തന്നെ എല്ലാവരും സോഫ്റ്റായി മുറിവേൽപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അവരൊക്കെ ഞെട്ടിപ്പോയ ഒരു സംഗതി ഉണ്ടായി. ഈ തിരിച്ചടിയുടെ വെളിച്ചത്തിലെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം വിട്ടുതരും, പുതിയ നേതൃത്വത്തെ ഏൽപ്പിക്കാമെന്ന് കരുതി. പക്ഷെ പിണറായി അതിന് തയ്യാറായില്ല. അധികാരമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയാത്ത പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ തുടരാൻ തീരുമാനിച്ചത് പാർട്ടിക്കാരെ ഞെട്ടിച്ചു. പുതിയ തലമുറയിലേക്ക് അധികാരം കൈമാറേണ്ടത് ആവശ്യമാണെന്നും നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ കൊട്ടാരക്കര MLA KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതൃചുമതല ഏൽപ്പിക്കാമെന്നും ഒക്കെ കണക്കാക്കിയെങ്കിലും വെറുമൊരു MLA ആയി തുടരാനുള്ള അപമാനം മൂലം പിണറായി ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കിട്ടുന്ന 30 സ്റ്റാഫും പോലീസ് സംരക്ഷണവും ഒക്കെ തന്നെയാണ് പിണറായിയെ മോഹിപ്പിച്ച ഘടകം. CPM-ന് തകർച്ചയിൽ നിന്നും തിരിച്ചു വരണമെങ്കിൽ പിണറായിയുടെ മുഖം മാറണമെന്നും നവനേതൃത്വം വരണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് അത് തുറന്നു പറയാൻ ധൈര്യമില്ല. പിണറായിക്കാവട്ടെ മറ്റൊരു കണക്കുകൂട്ടലുണ്ട്. 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്ന നയവുമായി മോദി മുമ്പോട്ട് പോകുന്നു. സ്വന്തം പാർട്ടിക്കാരേക്കാൾ മോദിയെയും അമിത്ഷായെയുമാണ് പിണറായിക്ക് വിശ്വാസം കൂടുതലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പിണറായി കരുതുന്നത്. കഷ്ടി 3 വർഷം മാത്രമേ പുതിയ UDF സർക്കാർ നിലവിലുണ്ടാവൂ. അതിനു മുമ്പ് ഇവർ അടിച്ചു പിരിയും. അവർ തമ്മിലുള്ള ഭിന്നതകളും ശത്രുതകളും അവരെ പാതാളത്തിലേക്ക് തള്ളും എന്ന് പിണറായി കരുതുന്നു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ഒരുപക്ഷെ ജയിക്കാൻ കഴിയുന്ന തരത്തിൽ UDF-നോട് എതിർപ്പ് രൂപപ്പെട്ടു എന്നാണ് പിണറായിയുടെ വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിൽ 2029 തനിക്ക് വീണ്ടും അധികാരത്തിലെത്താം എന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയാൻ പിണറായി വിസമ്മതിക്കുന്നത്. താൻ ചിരഞ്ജീവിയാണ് എന്ന് കരുതുന്ന പിണറായി അവസാന ശ്വാസം വരെ അധികാരത്തിൽ തുടരാൻ ശ്രമിക്കും എന്നതിന് തെളിവാണിത്. എന്നാൽ പിണറായിയെ ചുമന്നതുകൊണ്ടാണ് ഈ തിരിച്ചടി ഉണ്ടായത് എന്ന് ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ തുറന്നു പറയും എന്ന ചോദ്യത്തിലാണ് ഘടകകക്ഷികൾ. പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന 11 ഘടകകക്ഷികളിൽ ഇപ്പോൾ അവശേഷിക്കുന്ന CPI മാത്രം. അന്ന് മന്ത്രിസ്ഥാനം കൊടുക്കാതെ അവഗണിച്ച RJD-യാണ് ഒരു സീറ്റ് പിടിച്ച് മൂന്നാമതെത്തിയത്. ബാക്കി എല്ലാ കക്ഷികളുടെയും MLA-മാർ തോറ്റമ്പി. ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ്. 12 സീറ്റിലാണ് അവർ മത്സരിച്ചത്. ഒരൊറ്റ സീറ്റിൽ പോലും ജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നലെ അവരുടെ സംസ്ഥാന കമ്മിറ്റി കൂടി പിണറായി കുറ്റപ്പെടുത്തി. ജോസഫ് ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ വോട്ട് തങ്ങളുടെ പാർട്ടിയാണ് നേടിയത്. തോറ്റുപോയതൊക്കെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ്. ക്രോസ് വോട്ടിംഗ് നടന്നതുകൊണ്ട് തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് ഈ CPM-നെ കുറ്റപ്പെടുത്തി തലയുരാൻ ശ്രമിക്കുകയാണ്
ഇപ്പോൾ ജോസ് കെ മാണി. പാർട്ടി അണികൾ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയാണെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് അതെന്താണെന്നുള്ളത് CPM തന്നെ വിലയിരുത്തേണ്ടതാണ്. ഒരു മുന്നണി സംവിധാനത്തിലോ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ മാത്രമായിട്ട് ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ അവിടെ 8 സ്ഥാനാർത്ഥിയിൽ 7 ജയിച്ചു. ആകെ ബലം കണ്ടാ നിന്നു ആരാന്ന് സ്ഥാനാർത്ഥി നോക്കിയോ? ഇല്ലല്ലോ. UDF ജയിച്ചു. ജോസ് കെ മാണി മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. 2021 കേരളത്തിൽ ഇടത് തരംഗമായിരുന്നു. പക്ഷെ എന്നിട്ടും 12 സീറ്റിൽ മത്സരിച്ച ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വെറും 5 സീറ്റ് മാത്രമാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ വിജയ ശതമാനം 50% താഴെയാണെന്നർത്ഥം. അപ്പോൾ പിന്നെ സ്വാഭാവികമായും 2026 ഇടതു വിരുദ്ധ തരംഗമുണ്ടാവുമ്പോൾ തന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് കരുതാനുള്ള സാമാന്യ വിവരം ജോസ് കെ മാണിക്ക് ഇല്ലാതെ പോയോ? ഈ സാഹചര്യം അങ്ങനെയായിരുന്നു. ഇടതുമുന്നണി അത്രമാത്രം ജനവിരുദ്ധമായി കഴിഞ്ഞിരുന്നു. ആ ജനവിരുദ്ധ സർക്കാരിന്റെ ഭാഗമായി മത്സരിച്ചാൽ 8 നിലയിൽ പൊട്ടും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ജോസ് കെ മാണിക്ക് ഇല്ലാതെ പോയി. ഇത്രയും വലിയൊരു വികാരമുണ്ടെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് സഭയുടെയും ലീഗിന്റെയും നിർബന്ധപ്രകാരം ജോസ് കെ മാണിക്ക് അവസരം കൊടുത്തതാണ് UDF. അന്ന് പോയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള 12 സീറ്റോ അതിലധികമോ കിട്ടുമായിരുന്നു. പക്ഷേ ജോസ് കെ മാണിക്ക് ആ ഓഫർ സ്വീകരിക്കാനുള്ള ധൈര്യമുണ്ടായില്ല, ബാഹ്യ സമ്മർദ്ദങ്ങൾ മൂലം. ജോസഫ് ഗ്രൂപ്പിനേക്കാൾ അധികം ജനപിന്തുണയുള്ള പാർട്ടി മാണി ഗ്രൂപ്പാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇരു കേരള കോൺഗ്രസുകാരുടെയും ബേസ് വോട്ട് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത LDF സംവിധാനത്തിന്റെ ഭാഗമാണ് ജോസ് കെ മാണി എന്നത് തന്നെയാണ് തോൽവിയുടെ മൂല കാരണം. അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ രണ്ടും കൽപ്പിച്ചു പോകുന്നതിന് പകരം അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിന്നതിന്റെ ശിക്ഷയാണ് ജോസ് കെ മാണി അനുഭവിക്കുന്നത്. 50 വർഷത്തിലധികം MLAയും മന്ത്രിയുമായി വാണ KM മാണിയുടെ മകന് ഒരിക്കൽ പോലും കേരള നിയമസഭയിൽ എത്താൻ കഴിയുന്നില്ല എന്നതും എത്ര നാണക്കേടാണ്. പിണറായി വിരുദ്ധ വികാരത്തിന്റെ ഇരയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിണറായിയെയും CPM-നെയും പിന്തുണയ്ക്കാൻ കഴിയുന്നവരല്ല കേരള കോൺഗ്രസുകാർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം UDF-നൊപ്പം നിന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി കൊടുത്ത് ഭരിച്ചിരുന്ന കേരള കോൺഗ്രസിന് മുൻതൂക്കമുള്ള പല പഞ്ചായത്തുകളും ഇവർ മുന്നണി മാറിയതോടെ നഷ്ടപ്പെട്ടു പോയി. ഉദാഹരണത്തിന് എരുമേലി പഞ്ചായത്ത്. എരുമേലി പഞ്ചായത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് കേരള കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും ഇല്ലാതെ അവർ നാണം കെട്ട് പുറത്തായി. ഇടതുമുന്നണി കൂട്ടുകെട്ട് കേരള കോൺഗ്രസിന് ചേരില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത്തരം കുറ്റപ്പെടുത്തലുകളും കണ്ണീരും മാത്രമാവും ബാക്കിയാവുന്നത്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കുന്നത്തൂർ മണ്ഡലത്തിൽ തോറ്റ കോവൂർ കുഞ്ഞുമോന്റെ കണ്ണുനീർ. കുഞ്ഞുമോൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തോൽക്കുമെന്ന്. അതിന് 2 കാരണങ്ങൾ. 2001 മുതൽ 25 വർഷം കുന്നത്തൂരിന്റെ ജനപ്രതിനിധിയായിരുന്നു കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ RSP കാരനായിരുന്നു. RSP ആവട്ടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. കൊല്ലത്തിന്റെ ആത്മാഭിമാനമാണ് RSPയുടെ ഇടത് രാഷ്ട്രീയം. പിണറായി വിജയനോട് കലഹിച്ച് RSP മുന്നണി മാറിയപ്പോൾ കുഞ്ഞുമോൻ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു എന്നിടത്താണ് കുഞ്ഞുമോൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അതിജീവിച്ചത്. ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത് ശീലിച്ചവർ കുഞ്ഞുമോൻ അവിടെ നിന്നപ്പോൾ കുഞ്ഞുമോന് തന്നെ വോട്ട് ചെയ്തു. എന്നാൽ കുഞ്ഞുമോൻ അതിൽ മതിമറന്നുപോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞുമോൻ ജയിച്ചത് കേവലം 2790 വോട്ടുകൾക്കാണ് എന്ന് കുഞ്ഞുമോൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇക്കുറി അബദ്ധം കാണിക്കുമായിരുന്നില്ല. പിണറായി തരംഗമുള്ളപ്പോൾ 3000 വോട്ട് തികയ്ക്കാൻ കഴിയാത്ത കുഞ്ഞുമോന് പിണറായി വിരുദ്ധ തരംഗമുണ്ടാവുമ്പോൾ തോറ്റുപോകും എന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാവണമായിരുന്നു. കുഞ്ഞുമോൻ പക്ഷേ അപ്പോഴും ദിവാസ്വപ്നത്തിൽ തന്നെ തുടർന്നു. മാത്രമല്ല പിണറായി കറുത്ത കാറിൽ യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ അത്രയും വിലപിടിപ്പുള്ള ഒരു കറുത്ത കാർ വാങ്ങാൻ മോഹമുണ്ടാവുകയും അത് വാങ്ങുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നിസ്സാരമായ വിഷയങ്ങളായിരിക്കും പ്രധാന വിഷയമായി ഉയർന്നു വരുന്നത്. കുന്നത്തൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പാവങ്ങളുടെ പടത്തലവനായ കുഞ്ഞുമോന്റെ ആഡംബര കാറായി. അത് തോൽവിക്ക് ശേഷമാണ് കുഞ്ഞുമോൻ തിരിച്ചറിയുന്നത്. കണ്ണീരോടെ കുഞ്ഞുമോൻ പറയുകയാണ്, പിണറായിയുടെ കാറ് കണ്ടപ്പോൾ മോഹം തോന്നി, ചിട്ടിപ്പിടിച്ചും കടം വാങ്ങിയും വാങ്ങിയ ആ കാറ് എനിക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ എന്റെ അധികാരവുമെന്ന്. സഖാവ് പിണറായി കറുത്ത കാറിൽ സഞ്ചരിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം, കയ്യിരുന്നതെല്ലാം പല ചിട്ടികളിൽ ചേർന്ന് അങ്ങനെയാണ് 27 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചത്. അതിന് കുഴപ്പമൊന്നുമില്ല, ജനങ്ങളോടൊപ്പം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. കുഞ്ഞുമോൻ മാത്രമല്ല പൊതുപ്രവർത്തകർ മുഴുവൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ സിനിമക്കാരോ സ്പോർട്സ് താരങ്ങളോ കച്ചവടക്കാരോ അവർ ആരാധിക്കുന്ന മറ്റ് സെലിബ്രിറ്റികളോ എത്ര ആഡംബര ജീവിതം നയിച്ചാലും ആകുലപ്പെടാത്തവരാണ്. അവർക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെങ്കിൽ കൂടി ഒരു രാഷ്ട്രീയക്കാരൻ
ആഡംബര ജീവിതം നയിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്താൽ ഈ നാട്ടിലെ മനുഷ്യർ ക്ഷമിക്കുകയില്ല. ഞങ്ങളുടെ വോട്ടും ഔദാര്യവും വാങ്ങി ജീവിക്കുന്ന നിങ്ങൾ ഞങ്ങളെക്കാൾ നന്നായി ജീവിക്കേണ്ട എന്ന മനോഭാവമാണ് ജനങ്ങളുടേത്. വാസ്തവത്തിൽ കുഞ്ഞുമോന് തിരിച്ചടിയായത് പിണറായി വിരുദ്ധ തരംഗത്തിനൊപ്പം ഈ ആഡംബരക്കാർ തന്നെയാണ്. ഇതിന്റെ മറ്റൊരു വേഷനാണ് ജോസ് കെ മാണിയുടെ ദുരനുഭവവും. ജോസ് കെ മാണിയുടെയും കുടുംബത്തിന്റെയും ജീവിതം ആഡംബരപൂർവമാണ് എന്നാണ് ജോസിന്റെ ഭാര്യ നിഷ ജോസ് കെ മാണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അടയാളപ്പെടുത്തുന്നത്. ഏതാണ്ട് ഒരു കൊച്ചമ്മ രാഷ്ട്രീയം അല്ലെങ്കിൽ റോട്ടറി ക്ലബ് രാഷ്ട്രീയം, ഇത് ദഹിക്കാനോ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് ആഡംബര ജീവിതം നയിച്ചാൽ മതി, പൊതുപ്രവർത്തനം നടത്തണ്ട എന്ന് അവർ തീരുമാനിച്ചു. ആകപ്പാടെ ഈ ട്രെൻഡിന് മാറ്റമുള്ളത് കുട്ടനാട് മാത്രമാണ്. അവിടെ ജയിക്കണമെങ്കിൽ മുതലാളിയാവണം എന്നാണ് സാഹചര്യം. എന്നാലും പിണറായി വിജയൻ എന്ന അഹങ്കാരി ഭരണാധികാരിയുടെ ദുഷ്ഭരണത്തിന്റെ ഇരയായിരിക്കുകയാണ് കോവൂർ കുഞ്ഞുമോൻ മുതൽ ജോസ് കെ മാണി വരെ അനേകം നേതാക്കൾ. ഇനിയെങ്കിലും ഈ മാരണം തിരിച്ചറിഞ്ഞ് മറ്റു വഴികൾ തേടിയാൽ ഇവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇനി നിയമസഭയിലേക്ക് എത്തുക അത്ര എളുപ്പമാണോ എന്ന് കണ്ടറിയേണ്ടി വരും.